പത്തനംതിട്ട സ്ഥാനാർത്ഥിയോട് പറയുന്നത് ഏറ്റവും അധികം ആഗ്രഹിച്ചത് നമ്മളെ പിണറായി വിജയൻ, വെള്ളാപ്പള്ളി നടേശൻ, പിന്നെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശന്റെ മകന്റെ തുഷാർ വെള്ളാപ്പള്ളി, അങ്ങനെ പിന്നെ ഉള്ള ആളുകളൊക്കെ ഞാൻ സ്ഥാനാർത്ഥി ആഗ്രഹിച്ചു എനിക്കറിയാം. അവർ പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടായിരുന്നു പറഞ്ഞു. പക്ഷെ അവരൊക്കെ ഒരു ആഗ്രഹം സാധിക്കും. അവരുടെ ആഗ്രഹം സാധിക്കട്ടെ എന്ന് PC ജോർജ് പറയുന്നുണ്ടെങ്കിലും ഉള്ളിൽ തിളയ്ക്കുന്ന രോഷവുമായിട്ടാണ് മാധ്യമപ്രവർത്തകരെ കണ്ടത്. 7 പ്രാവശ്യം MLAയും കേരള നിയമസഭാ ചീഫ് വിപ്പും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ വൈസ് പ്രസിഡൻറ്റുമായിരുന്ന PC ജോർജ് NDAയിൽ പ്രവേശിക്കുമ്പോൾ ചിലത് സ്വപ്നം കണ്ടിരുന്നു. BJPയുടെ ഭാഗമായി അതിനർഹിക്കുന്ന പരിഗണനയാണ് PC ജോർജും രാഷ്ട്രീയ നേതാക്കളും സ്വപ്നം കണ്ടിരുന്നത്. PC ജോർജിനൊപ്പം തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗങ്ങളും BJP അംഗത്വം സ്വീകരിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ കേരള വരവിൽ ഇത്തരത്തിലുള്ള ഒരു ലയനം മുൻകൂട്ടി തീരുമാനിച്ചത് തന്നെ ലോക്സഭാ ഇലക്ഷനിൽ അതിനുള്ള പരിഗണന തനിക്ക് ലഭിക്കുമെന്ന് കരുതിയാണ്. പക്ഷേ അപ്രതീക്ഷിതമായി എല്ലാം പാളി. PC ജോർജിൻ്റെ പേര് ഉയർന്നു വന്നപ്പോൾ തന്നെ NDAയുടെ ഘടകകക്ഷിയായ BDJSൽ നിന്നും ഉയർന്ന എതിർപ്പ്, കൂടാതെ വെള്ളാപ്പള്ളി നടേശൻ്റെ പരസ്യ അഭിപ്രായ പ്രകടനങ്ങൾ, ഇത് PCയെ ഒരു പരിധിവരെ പിന്നോട്ട് കൊണ്ടുപോയി എന്ന് തന്നെയാണ് അറിയുന്നത്. PCയുടെ പേര് ആദ്യഘട്ടത്തിൽ സജീവ പരിഗണനയിലായിരുന്നുവെങ്കിലും പിന്നീട് മെല്ലെ താഴേക്ക് പോയി. ഇതിനിടയിൽ പത്തനംതിട്ടയിൽ തൻ്റെ സ്ഥാനാർത്ഥിത്വം സഹായിക്കാനായി NSS മുന്നോട്ട് വന്നു എന്ന് PC ജോർജ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ പത്തനംതിട്ടയിൽ NSSൻ്റെ സ്ഥാനാർത്ഥി വേണം എന്ന നിലപാടിലായിരുന്നു സമുദായം എന്നാണ് അണിയറ വൃത്തങ്ങളുടെ സംസാരം. ഈ രീതിയിലുള്ള ഒരു കരുനീക്കത്തിലായിരുന്നു പാർട്ടി. എന്നാൽ അതിനെയും അവഗണിച്ച് കോട്ടയത്ത് BDJSനും പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണിക്കും നൽകാനുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി പോവുകയായിരുന്നു. കോട്ടയം ഒഴികെയുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചതെന്നുള്ളത് കോട്ടയം BDJSന് തന്നെയെന്നുള്ള സൂചന ബലപ്പെടുത്തുന്നതാണ്. ഏതായാലും പതിവ് രീതിയിൽ തൻ്റെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടുത്തിയതിനെതിരെ പ്രതികരിക്കാനാണ് PC ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനായി കോട്ടയത്തോ തൻ്റെ വസതിയിലോ നാളെ തിങ്കളാഴ്ച മാധ്യമങ്ങളെ കാണുമെന്നാണ് PCയോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇതിനിടെ പരസ്യ പ്രതികരണത്തിന് മുതിരുന്നതെന്നാവശ്യപ്പെട്ട് PCയെ BJPയിലെ ഒരു വിഭാഗം സമീപിച്ചിട്ടുണ്ട്. പരസ്യ പ്രതികരണം മറ്റ് കക്ഷികളെ പോലെയല്ല, കൂടുതൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഏതായാലും തനിക്കെതിരെ നീങ്ങിയവർക്കെതിരെ ഒറ്റപ്പെടുത്തുകയും തുറന്നു കാണിക്കുകയും ചെയ്യുന്നത് തന്നെയാണ് ഇതുവരെയും PCയുടെ നിലപാട്. തിങ്കളാഴ്ച നിർണായക വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നാണ് PCയുടെ അടുത്ത വൃത്തങ്ങൾ ഇപ്പോഴും പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ അത് മറ്റൊരു ഏറ്റുമുട്ടലിന് വഴിതെളിക്കുമെന്ന് തന്നെ കരുതാം. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലേക്ക് എത്തി നിൽക്കെ അതിൽ നിന്ന് പിൻവാങ്ങിപ്പിക്കാനുള്ള സാധ്യതയും അധികമാണ്. ന്യൂസ് അൺടോൾഡ്, കോട്ടയം.